നാടൻ കോഴി കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ്. 5 സവാള, തേങ്ങ 1 കപ്പ്, കടുക് വറുക്കാൻ വേണ്ടി കടുകും വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, മുളക്, മല്ലിപ്പൊടി, മസാല, മഞ്ഞൾപ്പൊടി, ഉപ്പ്. നമ്മളിന്ന് വറുത്തരച്ചാണ് വയ്ക്കുന്നത്. നമുക്കപ്പോൾ തേങ്ങ വറുത്തുമെടുക്കാം. കുക്കറിലോട്ടിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതിലിട്ടിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി, കുറച്ച് മസാല, ബാക്കി ഉപ്പ്. ഇതിനെ നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ചെയ്യണം. ഇതിന് തേങ്ങ വറുത്തെടുക്കണം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലോട്ട് തേങ്ങ, മുറിച്ച് നന്നായിട്ടൊന്ന് ചേർക്കണം. നല്ലതുപോലെ മൂപ്പിച്ച് ഇറക്കണം. അപ്പോൾ നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കാം. തേങ്ങ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനോട്ട് മല്ലിപ്പൊടി 2 ടീസ്പൂണോളം എടുത്തിട്ടുണ്ട്. തേങ്ങ മൂത്ത് വന്നിട്ടുണ്ട്. ഞാൻ 2 ടീസ്പൂണും മല്ലിപ്പൊടി ചേർത്തു. മുളക് പൊടി 2 ടീസ്പൂൺ ചേർത്തു. മസാല വീട്ടിൽ വറുത്ത് പൊടിച്ചതാണ്. മസാല ചേർത്തിട്ടുണ്ട്. ഇനി പച്ചമണം മാറുന്നവരെ ഇതൊന്ന് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. വെച്ചിരിക്കുന്ന തേങ്ങ നമുക്കിതൊന്ന് നല്ല മഷി പോലെ അരച്ചെടുത്തിട്ട് ഉരുളി വെച്ച് ചൂടായിട്ടുണ്ട്. നമുക്കിതിലോട്ട് എണ്ണ ഒഴിച്ചു. കടുക്, കറിവേപ്പില, ഇതിലോട്ട് ഉള്ളി അരിഞ്ഞു വച്ചിരിക്കുന്നത് തട്ടി കൊടുത്തു. ഉപ്പ്, മഞ്ഞൾപ്പൊടി. വറുത്തരച്ച് വയ്ക്കുന്നത് വളരെ ടേസ്റ്റാണ്. ഉള്ളിയെ നമുക്കൊന്ന് നന്നായിട്ട് വഴറ്റിയിട്ട് വരാം. ഉള്ളി നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. നമുക്ക് കുക്കറിൽ വെച്ച് വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലോട്ടിട്ട് കൊടുക്കാം. ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്കൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. ചിക്കൻ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന കൂട്ട്, വറുത്ത് അരച്ച് വെച്ചിരിക്കുന്നത് ഇതിലോട്ട് ചേർത്തു. ആവശ്യത്തിന് വെള്ളം. നാടൻ കോഴിയായതുകൊണ്ട് വളരെ ടേസ്റ്റ് കൂടുതലായിരിക്കും ഈ രീതിയിൽ വയ്ക്കുന്നത്. എല്ലാവരും ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കണം.
എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. നമുക്കിനി അടുത്ത വീഡിയോയുമായി നാളെ കാണാം. ബൈ ബൈ.